നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാലയൂർ പള്ളിയിലാണ്. പാലയൂർ നമ്മുടെ തോമസ് ലീഹയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു പള്ളിയാണ്. തോമസ് ലീഹ വന്നിട്ടൊരു 7 പള്ളികൾ സ്ഥാപിച്ചതിൽ തൃശ്ശൂർ ജില്ലയിൽ ഉള്ള ഒരു പള്ളിയാണ് നമ്മുടെ പാലയൂർ പള്ളി വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര മേജർ എപ്പിസ്കോപ്പൽ എന്തോ പദവിയൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ചരിത്രപ്രസിദ്ധമായിട്ട് ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള തളിയക്കുളം, പിന്നെ ബോട്ടുകുളം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. സ്കൂളുണ്ട് അടുത്ത് തന്നെ. ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഉണ്ട് പാലയൂര്. അപ്പോൾ ഈ മ്യൂസിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ബോട്ടുകുളം വരുന്നത്. ബോട്ടുകുളം ഭയങ്കര ഫേമസ് ആണ്. വഞ്ചിയുടെ ഷേപ്പിലുള്ള ഒരു ബോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ തോമസ് ലീഹ ബോട്ട് ഇറങ്ങി വന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചത്. നമുക്ക് അതിനകത്ത് കയറി നിൽക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ആ വലിയ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മറൈൻ വേൾഡ്, ഫാം വില്ല, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്കിപ്പോൾ ചാവക്കാട് ബീച്ച്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വൺ ഡേ ട്രിപ്പായിട്ടൊക്കെ വരുമ്പോൾ ഒരു നന്നായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഈ പാലയൂർ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഈ പള്ളി. ഇതിനകത്തേക്ക് ഇറങ്ങിയൊക്കെ നിൽക്കാൻ പറ്റാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കുളത്തില് വെള്ളം കൂടിയപ്പോൾ ഇത് മൊത്തം വെള്ളമാണ്. ഇതിനകത്ത് കുഞ്ഞു പൊടിമീനുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ വെള്ളത്തേക്ക് എൻ്റർ ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു അപ്പുറത്തേക്ക് കൂടെ. തോമസ് ലീഹ വന്നിട്ട് വെള്ളം മുകളിലേക്ക് തെളിച്ചപ്പം വെള്ളം മേളിൽ തന്നെ നിന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കിണറാണ്. ഇത് തീർത്ഥജലമാണ് ഇതിനകത്ത് വരിക. അപ്പോൾ വരുന്ന വിശ്വാസികളൊക്കെ ഇതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചത് ഭയങ്കരമായിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള, അതുപോലെ രോഗശാന്തി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇവിടുത്തെ വെള്ളം കുടിക്കുന്നത്. കുളം വരുന്നത് ഇവിടെ നമുക്ക് തോമസ് ലീഹ മാമോദിസ നിൽക്കുന്ന ഉള്ളൊരു സിംബോളിക്കായിട്ട് വെച്ചിട്ടുണ്ട്.